നസ്കർ പി.വി. അൻവർ എം.എൽ.എ. CPM-നെതിരെ കലാപവുമായി രംഗത്ത് വന്നപ്പോൾ തന്നെ ഞങ്ങൾ ചില റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു. LDF വിട്ടു പോകാനും മലബാറിലെ മുസ്ലിം ജനതയ്ക്കിടയിൽ സ്വാധീനമുണ്ടാക്കി ഒരു സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനുമൊക്കെയാണ് ഒരുപക്ഷെ അദ്ദേഹം MLA സ്ഥാനം പോലും രാജിവെച്ച് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയേക്കും, ലീഗിലേക്കും കോൺഗ്രസിലേക്കും ഒക്കെ പോകാനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നുണ്ട് എന്നായിരുന്നു ഞങ്ങളുടെ റിപ്പോർട്ട്. ഒട്ടേറെ റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് അൻവറുമായി വ്യക്തിബന്ധമുള്ള ആളുകൾ അടക്കമുള്ളവരോട് സംസാരിച്ച് ഞങ്ങൾ തയ്യാറാക്കിയിരുന്നു. കോൺഗ്രസിലെയും ലീഗിലെയും ഒക്കെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തിയാണ്. ആ റിപ്പോർട്ടുകളൊക്കെ ഏതാണ്ട് ശരിവയ്ക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. MLA സ്ഥാനം രാജിവയ്ക്കുന്നതൊഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ശരിയായിരിക്കുന്നു. MLA സ്ഥാനം രാജിവയ്ക്കാതെ സർക്കാരിനെ കുഴപ്പത്തിലാക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. രാജിവെക്കില്ല എന്ന് തറപ്പിച്ച് പറയാൻ കഴിയുന്ന സാഹചര്യമില്ല. ഇനിയുള്ള 1.5 വർഷത്തിനിടയിൽ രാജ്യസാധ്യത നിലനിൽക്കുകയാണ്. ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെ ഒരു മാസം മുമ്പ് സെപ്റ്റംബർ മാസം 1-ാം തീയതി അൻവർ ഈ വാർത്തയുടെ തലക്കെട്ട് ഷെയർ ചെയ്തുകൊണ്ട് എങ്ങനെയൊരു പോസ്റ്റ് ഇട്ടു. അൻവർ രാജിവെക്കും, സർക്കാർ കുഴപ്പത്തിലാകും, അൻവർ ലീഗിലേക്ക് എന്നാണ് അൻവറിന്റെ ക്യാമ്പിൽ നിന്ന് കിട്ടുന്ന സൂചന. മറുനാടൻ മലയാളി, എടോ യെല്ലോ യൂട്യൂബറെ, ഇങ്ങനെയാണ് അഭിസംബോധന. അൻവർ യെല്ലോ യൂട്യൂബർ എന്ന് പലതവണ ആവർത്തിച്ചിട്ട് ആ യെല്ലോ യൂട്യൂബറുടെ പേരെടുത്ത് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ പറയേണ്ടി വരുന്നതിൽ സന്തോഷമുണ്ട്. പച്ചക്കള്ളങ്ങളും നുണകളും വ്യാജ വാർത്തകളും വർഗീയതയും മാത്രം പ്രചരിപ്പിക്കുന്ന അനേകം യൂട്യൂബുകൾ ഇവിടെ ഉണ്ടായിട്ടും അവരെക്കുറിച്ചൊന്നും CPM-ഓ മുഖ്യമന്ത്രിയോ അൻവറോ പോലും ചർച്ച ചെയ്യാത്തത് യെല്ലോ യൂട്യൂബർ ആയതുകൊണ്ടല്ല, ഈ മാധ്യമ പ്രവർത്തകൻ പറയുന്നതൊക്കെ സത്യമായതുകൊണ്ടാണ് എന്ന് അൻവർക്കും അറിയാം. അൻവറുടെ കാര്യത്തിലും അത് അങ്ങനെ തന്നെ വരുന്നു. ഈ പാർട്ടിക്ക് വേണ്ടി 600-ൽ പരം സഖാക്കൾ ജീവൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരാൾ പോലും സ്വന്തം വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടി അല്ല സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയത്. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും നീയൊക്കെ തകർക്കാൻ നടക്കുന്ന ഈ നാടിന്റെ മതേതര സ്വഭാവം കാത്തുരക്ഷിക്കാൻ വേണ്ടിയുമാണ് അവർക്കൊക്കെ രക്തസാക്ഷികളാകേണ്ടി വന്നത്. ഞാൻ ഇന്ന് പിന്തുടരുന്നതും അതേ പാതയാണ്. ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി ഈ സർക്കാർ എന്നും ഇവിടെ ഉണ്ടാകണം. അതിൻ്റെ പേരിൽ രക്തസാക്ഷിയാകേണ്ടി വന്നാലും PV അൻവറിന് പുല്ലാണ്. യെല്ലോ യൂട്യൂബറെ രാജിവെക്കാനും സർക്കാരിനെ കുഴപ്പത്തിലാക്കാനും ലീഗിൽ പോകാനുമൊക്കെ നിന്റെ തന്തയല്ല എൻ്റെ തന്ത. പ്രിയപ്പെട്ടവർ ക്ഷമിക്കണം, ഇവരോടൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകേണ്ടി വരുന്നതാണ് ലാൽ സലാം സഖാക്കളെ. അതായത് പാർട്ടിയെ കുഴപ്പത്തിലാക്കാനും പ്രതിസന്ധിയിലാക്കാനും CPM ഒരു മോശം പാർട്ടിയാണ്, സർക്കാർ കുഴപ്പത്തിലാണ് എന്നൊക്കെ വരുത്തി തീർത്ത് പാർട്ടിയെ ഭിന്നിപ്പിക്കാനും ഒരു തിരക്കഥയുണ്ടാക്കിയപ്പോൾ പിന്തുണ ഉറപ്പാക്കുന്നതിന് വേണ്ടി മറച്ചു വയ്ക്കാൻ ശ്രമിച്ച നുണക്കഥ ഞങ്ങൾ പുറത്തു പറഞ്ഞപ്പോഴുണ്ടായ പ്രകോപനമാണിത്. എപ്പോഴൊക്കെ അൻവർ പൊട്ടിത്തെറിക്കുന്നുവോ അപ്പോഴൊക്കെ അത് സത്യമാണെന്ന് കരുതുക. സത്യം പുറത്തു വരുമ്പോഴാണ് അൻവർക്ക് ദേഷ്യം കൂടുന്നത്. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ശരിയായിരിക്കുന്നു, ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അൻവർ പാർട്ടി വിട്ടിരിക്കുന്നു, പാർട്ടിയുമായുള്ള ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു, CPM-ന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരിക്കും പിണറായി എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു, 25 MLA-മാർ പോലും അടുത്ത തവണ ജയിക്കില്ലെന്ന് പറഞ്ഞിരിക്കുന്നു, CPM നേതാക്കൾ അഴിമതിക്കാരാണെന്ന് പറഞ്ഞിരിക്കുന്നു, രക്തസാക്ഷികളൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് CPM-നെ എതിർക്കുന്നവരെ കൊല്ലുന്ന പാർട്ടിയാണ്, ഇനി തന്നെയും കൊല്ലുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് പറഞ്ഞതെല്ലാം ഒരു മാസം മുമ്പ് മറുനാടനെ വെല്ലുവിളിച്ചുകൊണ്ട് അൻവർ പറഞ്ഞതെല്ലാം തിരസ്കരിച്ചിരിക്കുന്നു. ഞങ്ങൾ പറഞ്ഞതെല്ലാം ശരിയായി വന്നിരിക്കുന്നു. അതുകൊണ്ട് ആ പോസ്റ്റിലെ അവസാനത്തെ വരിക്ക് അൻവറാണ് ഉത്തരം പറയേണ്ടത്. കൂടെ കൂടെ കുടുംബ മഹിമയെക്കുറിച്ച് ആവർത്തിക്കുന്ന അൻവർ തീർച്ചയായും നിന്റെ തന്തയല്ല എൻ്റെ തന്ത എന്ന് പറഞ്ഞതിന് വിശദീകരണം ആരാധകർക്കെങ്കിലും കൊടുക്കേണ്ടതുണ്ട്. ഞാൻ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞതാണ്, ആ തന്ത പഠിപ്പിച്ചത് സത്യം പറയണമെന്നാണ്. ആ സത്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അൻവറെ പോലുള്ളവർക്ക് പൊള്ളും, എന്നാൽ പിന്നീട് അത് സത്യമാണെന്ന് തെളിയും. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ സെപ്റ്റംബർ 1-ാം തീയതി ഞാൻ പറഞ്ഞ സത്യം നുണയാണെന്ന് പറഞ്ഞ അൻവർ ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരം നിന്റെ തന്തയല്ല എൻ്റെ തന്ത എന്ന് അൻവർ ഉദ്ദേശിച്ചത് എന്താണ് എന്ന് വിശദീകരിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഞാനതിൽ അഭിപ്രായ പ്രകടനം നടത്തുന്നില്ല. അൻവറിന്റെ പിതാവിനെ കുറ്റം പറയാൻ മാത്രം അധമനുമല്ല ഞാൻ. പക്ഷെ അൻവർ വിശദീകരിക്കണം ആരാധകരോടെങ്കിലും. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അൻവർ എന്തുതരം മഹത്തായ പ്രവൃത്തി ഈ നാടിന് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്നോട് പലരും ചോദിച്ചു, അൻവർ ചെയ്യുന്നത് വലിയ കാര്യമല്ലേ, പിണറായിക്കെതിരെ രംഗത്ത് വരാൻ ധൈര്യമുള്ളത് അംഗീകരിക്കണ്ടേ, ഇനിയെങ്കിലും അൻവറെ പിന്തുണയ്ക്കണ്ടേ എന്ന്. അൻവർ എന്തു പുതിയ കാര്യമാണ് പറഞ്ഞത്? പിണറായി കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന നെറുകേടുകളെ കുറിച്ച് ഞാൻ പറഞ്ഞതിനേക്കാൾ പുതുതായി എന്ത് കാര്യമാണ്? മുഖ്യമന്ത്രി മരുമകനെ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടി, സ്വന്തം അഴിമതിക്ക് വേണ്ടി ഭരിക്കുന്നു,
പാർട്ടി അടക്കി വാണ്ടിരിക്കുന്നു. പാർട്ടി സെക്രട്ടറിക്ക് പോലും ശബ്ദമില്ല. മന്ത്രിമാർ അടിമകളെ പോലെയാണ്. പിണറായി സ്തുതി അല്ലാതെ ഒന്നും നടക്കുന്നില്ല. പിണറായിസം എന്ന് പറയുന്നത് തിന്മയുടെ ഒരു ആശയമാണ്. ഇത് CPM അല്ല. പോലീസ് സ്റ്റേഷൻ നീതി കിട്ടില്ല. MR അജിത് കുമാർ എന്ന ADGP ആണ് നീതിരഹിതമായി പോലീസിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. മലബാറിലെ സ്വർണം പൊട്ടിക്കൽ സംഘം CPMന്റെ ഒത്താശയോടെ പ്രവർത്തിക്കുന്നു. അൻവറെ പോലെയുള്ളവർ ഭൂമി കയ്യേറ്റവും കളങ്കിത കച്ചവടവും നടത്തുന്നു. ചില മുതലാളിമാരുടെ സ്പോൺസർഷിപ്പിലാണ് മുമ്പോട്ട് പോകുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. അൻവർ അതിൽ 2 നുണകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, മറുനാടൻ 2 കോടി രൂപ ADGPക്ക് കൊടുത്തുവെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്കറിയാം. 2 കോടി കൊടുത്തിട്ടാണോ പെറ്റി കേസെടുക്കേണ്ടടുത്ത് ജാമ്യമില്ലാ കേസെടുത്തത്? ഞാൻ ഇന്ന് മലയാള മനോരമ വായിക്കുകയായിരുന്നു. അജിത് കുമാറിന്റെ ആരോപണങ്ങളിൽ ഒന്ന്, 2 കോടി രൂപ കൈക്കൂലി വാങ്ങിക്കൊണ്ട് മറുനാടനെ രക്ഷിച്ചു, വിദേശത്തേക്ക് കടക്കാൻ അവസരമൊരുക്കി. 2 ഡസനോളം ജാമ്യമില്ലാ കേസുകളാണ് എടുത്തത്. ആ കേസുകളിൽ ഒന്നിൽ കെണിയൊരുക്കി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കോടതിയാണ് എനിക്ക് ജാമ്യം നൽകിയത്. ഇങ്ങനെ ജാമ്യമില്ലാ കേസുകൾ എടുക്കുന്നതാണോ ഒരാൾ കൈക്കൂലി വാങ്ങിയിട്ട് അയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത്? വിദേശത്തേക്ക് കടന്നെന്ന് എല്ലാ കോടതികളും ജാമ്യം അനുവദിച്ച് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായതിനു ശേഷം മാത്രമാണ് ഞാൻ രാജ്യം വിട്ടത്. ആരൊക്കെ പറഞ്ഞു കൊടുത്ത നുണകൾ, ആ നുണകളിൽ ആറാടുകയാണ് അൻവർ. അതുപോലെ അൻവർ തുറന്നു പറയാതിരിക്കുന്നതും അൻവർ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതും സ്വർണ്ണക്കടത്ത് മാഫിയെക്കുറിച്ചാണ്. അൻവർ പറയുന്നു സ്വർണ്ണക്കടത്തിന്റെ ഭാഗമാണ് അജിത് കുമാറും സംഘവും. യഥാർത്ഥത്തിൽ സ്വർണം പൊട്ടിക്കൽ സർക്കാരിന്റെയും പോലീസിന്റെയും ഒത്താശയോടെ നടന്ന സ്വർണം പൊട്ടിക്കൽ, ആ സ്വർണം പൊട്ടിക്കലിന്റെ കണ്ണിയാണ് അൻവർ എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നു. ആ സ്വർണം പൊട്ടിക്കൽ കച്ചവടം പൂട്ടിയപ്പോഴാണ് അൻവർ ആദർശത്തിന് കുപ്പായം അണിയുന്നത്. പിണറായി വിജയനെതിരെ പോരാടുന്നതിന്റെ പേരിൽ അൻവറിനെ ഹീറോയാക്കണമെന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ്. ഞാൻ യോജിക്കില്ല. കാരണം അൻവർ ഈ തിന്മയുടെ ഉൽപ്പന്നമാണ്. അല്ലെങ്കിൽ ഒരു കാര്യം ഓർക്കൂ, അൻവറിന്റെ പരാതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? CPMകാർക്ക് പോലീസ് സ്റ്റേഷനിൽ പീഡനമാണെന്ന്. എന്താണ് കേൾക്കുന്നത്? സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യരാരെങ്കിലും സമ്മതിക്കുമോ ഇത്? സകല സാധാരണക്കാർക്കും പോലീസ് സ്റ്റേഷനിൽ നിവൃത്തിയില്ല. CPMകാർക്ക് മാത്രമേ പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും നീതി കിട്ടൂ. അൻവറിന് അത് പോരാ. CPMകാർ പറയുന്നത് പോലെ പോലീസ് പ്രവർത്തിക്കണം. അതായത് അൻവറിന്റെ പ്രശ്നം CPMകാർ ആഗ്രഹിക്കുന്നത് പോലെ പൂർണ്ണമായും നീതിരഹിതമായി പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്നതാണ്. ഇതിനെയാണോ നിങ്ങൾ ഹീറോയിസമായി വാഴ്ത്തുന്നത്? അൻവർ ഇതിന്റെ അകത്ത് അല്പം മതം കലർത്തി RSSനെ പിടിച്ചിട്ടു. അതായത് ADGPക്ക് RSS ബന്ധമുണ്ട്, RSS നേതാക്കളെ കണ്ടു, ADGP BJPക്കാരനാണ് എന്ന് ഒരു വശത്ത് വരുത്തുന്നു. സ്വാഭാവികമായും മുസ്ലിം ബഹുസമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാവും. മറുവശത്ത് മലപ്പുറത്ത് ഇങ്ങനെ കേസുകൾ വന്നാൽ അത് ഈ രാജ്യത്തെ ഏറ്റവും അധികം ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത ജില്ലയായി, മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായി മലപ്പുറം മാറും എന്ന ഒരു അപകട സൂചന കൂടി നൽകി മതം കലർത്തി അൻവർ കുളം കലക്കി മുതലെടുക്കാൻ ശ്രമിക്കുമ്പോൾ ആർക്ക് പിന്തുണയ്ക്കാൻ പറ്റും? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്നാലും അൻവർ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കാനുള്ള നീക്കമൊക്കെയാണ്. ഞാൻ പറഞ്ഞതാണ് നേരത്തെ. അൻവർ അന്ന് പുച്ഛിച്ചു തള്ളി. അൻവർ നീക്കം അതാണ്. മലബാറിലെ സ്വതന്ത്രരായ മുസ്ലിം നേതാക്കളെയൊക്കെ ചേർത്തുകൊണ്ട് ഒരു പാർട്ടി ഉണ്ടാക്കുക, എന്നൊരു സമ്മർദ്ദ ശക്തിയാവുക, CPMനെ സമ്മർദ്ദത്തിലാഴ്ത്തുക, UDFനെയും സമ്മർദ്ദത്തിലാഴ്ത്തുക, എന്നിട്ട് വേണമെങ്കിൽ UDFന്റെ ഭാഗമാവാം. അൻവർ അതിനാണ് നേതൃത്വം കൊടുക്കുന്നത്. PT റഹീമും KT ജലീലും കാരാട്ട് റസാഖും അടക്കമുള്ളവർ അൻവർക്കൊപ്പമുണ്ട്. ഒരു പക്ഷേ സർക്കാരിന്റെ കാലാവധി കഴിയുമ്പോൾ മന്ത്രി അബ്ദുറഹ്മാൻ പോലും കൂടെ കൂടിയെന്ന് വരാം. കാരണം ഇപ്പോൾ CPMന് 4 സീറ്റാണ്, 16-ൽ 4 സീറ്റാണ് ഇടതുപക്ഷത്തിനുള്ളത്. അതിൽ പൊന്നാനി ഒഴികെയുള്ള 3 സീറ്റും LDF സ്വതന്ത്രരാണ്. അവർ CPMകാരല്ല, അവർ ലീഗ് മനസ്സുള്ളവരാണ്. ലീഗിന് തീവ്രത പോരാ എന്ന് പറഞ്ഞ് അവർ പുറത്തേക്ക് പോയവരാണ്. അതുകൊണ്ട് അവർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാം. ആ ശ്രമമാണ് നടക്കുന്നത്. എന്നാൽ അൻവറോട് എനിക്കൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ഈ പുതിയ പാർട്ടി ഉണ്ടാക്കുമ്പോൾ അതിന് GSP എന്ന് പേര് കൊടുക്കണം. അതായിരിക്കും ഉചിതമായ പേര്. GSP എന്നാൽ ഗോൾഡ് സ്മഗ്ലേഴ്സ് പാർട്ടി. ദയവായി ആ ഒരു നീതിബോധമെങ്കിലും പുലർത്തണമെന്ന് അപേക്ഷിക്കുന്നു. വാട്സാപ്പിലെത്തിയ ഒരു ചെറിയ സന്ദേശമുണ്ട്. വാസ്തവത്തിൽ അൻവറുടെ ഈ പ്രതിസന്ധിയെക്കുറിച്ചുള്ള ചെറിയ സന്ദേശം ആരാണ് കുറിച്ചതെന്ന് എനിക്കറിയില്ല. ഇത്തരത്തിൽ അതുകൂടി വായിക്കുന്നത് ഉചിതമാകും. അൻവറിന്റെ ഇപ്പോഴത്തെ ഈ ദയനീയ അവസ്ഥയ്ക്ക് കാരണം മറ്റാരുമല്ല, അത് മറുനാടൻ മലയാളി ഷാജൻ സ്കറിയാണ്. അദ്ദേഹത്തോടുള്ള അന്ധമായ വ്യക്തിവൈരാഗ്യം മൂലമാണ് അൻവർ ഇപ്പോൾ ഈ സ്ഥിതിയിലായത്. ഷാജൻ ഒരു സാധാരണ യൂട്യൂബർ ആണെന്നുള്ള കണക്കുകൂട്ടലുകളാണ് അൻവറിനെ ഇത്രയും കുഴപ്പത്തിലാക്കിയത്. ഷാജൻ സ്കറിയയുടെ കേസുമായി ബന്ധപ്പെട്ടാണ് അൻവർ മുഖ്യമന്ത്രിയുമായി അകലാൻ തുടങ്ങിയത്. അവിടുന്ന് തുടങ്ങിയ അകൽച്ച അൻവറിനെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന് വഴിയൊരുക്കി. താൻ ഹീറോ ആണെന്ന് പറഞ്ഞു നടന്ന അൻവർ ശരിക്കും മറുനാടൻ ഷാജനെയാണ് ഹീറോ ആക്കിയത്. ഷാജനെ പട്ടത്തെ ഓഫീസിൽ നിന്നും താഴെ ഇറക്കാനുള്ള കഴിഞ്ഞ 1 വർഷത്തെ അധ്വാനമാണ് അൻവറെ സ്വന്തം ഓഫീസിൽ നിന്ന് പോലും ഇറങ്ങേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നത്. ഇനിയത്തെ വരി പ്രസക്തമാണ്. അതിനാണ് ഉത്തരം കണ്ടെത്തേണ്ടത്. അൻവറിനെ പോലും തള്ളിപ്പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഓഫീസും ADGP അജിത് കുമാറും ഷാജൻ സ്കറിയയെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ മറുനാടൻ മലയാളി ഷാജൻ സ്കറിയ ശരിക്കും ആരാണ്? ഉത്തരം അൻവർ പറയട്ടെ. സത്യമായും ഈ ചോദ്യമാണ് പ്രസക്തം. അൻവർ പറയുന്നു എന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും അജിത് കുമാറും സംരക്ഷിക്കുന്നുവെന്ന്. ഒരു MLAയെ, ഇത്രയേറെ സൈബർ സ്വാധീനമുള്ള ഇത്രയേറെ ശക്തനായ ഒരാളെ തള്ളിപ്പറയുന്നു.
ഞാനൊരു വർഗീയവാദിയായ യൂട്യൂബറാണ് എന്നാണ് അൻവർ പറയുന്നത്. അങ്ങനെ പറയുന്ന ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടി അൻവറെ ഇങ്ങനെ തള്ളിപ്പറയണമെങ്കിൽ ഈ ഞാൻ ആരാണ് എന്ന് അൻവർ ദയവായി പറയുക.